ഹലോ നമസ്കാരമുണ്ട്. സ്ക്രിബിൾഡ് ബെഞ്ചിൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറഞ്ഞ ചിലവിൽ 1 ലിറ്റർ ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിപ്പോൾ 3/4 ലിറ്റർ പാല് ഞാനിപ്പോൾ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. തിളപ്പിച്ച് ഇതിപ്പം നന്നായി തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്നില്ലേ, പാലിൻ്റെ പാട ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ, മഞ്ഞ കളറിൽ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മളിന്ന് നെയ്യ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് എല്ലാ പാടവും ഒരു സൈഡിലേക്ക് നീക്കി അങ്ങനെ കോരി വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. ഇല്ലെങ്കിൽ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്താലും മതി. തിളപ്പിച്ചാറിയ പാൽ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുത്താൽ അതിൽ നിന്ന് പാട എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു 3 മാസത്തെ പാട എല്ലാം കൂടി ഇതുപോലെ എടുത്തിട്ട് 2 പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചതായിരുന്നു. എയർ ടൈറ്റ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ പാത്രത്തിലാണ് സൂക്ഷിച്ച് വെച്ചത്. അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഒരു 6-7 മണിക്കൂർ മുമ്പേ ഈ പാട ഈ പാത്രത്തോടെ എടുത്ത് പുറത്ത് വെച്ചിട്ട്, പുറത്തെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിന് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആയ ശേഷം മാത്രമാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കി എടുക്കുന്നത്. എന്നിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അതിൽ അടുപ്പ് കത്തിച്ച ശേഷം അതിലേക്ക് ഈ പാട ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ തീ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടിയിലൊക്കെ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച ശേഷമാണ് നമ്മൾ ഇതുണ്ടാക്കാൻ തുടങ്ങുന്നത്. ഇതിനുപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമെല്ലാം പോക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നെയ്യ് കേടാവാൻ ചാൻസ് ഉണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം. തീ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കട്ടകളൊക്കെ നന്നായി ഉടഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ പാലും അതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണമെന്നില്ല, കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതിനിടയ്ക്ക് ബാക്കിയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിലെ ഓരോ പണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ വീട്ടിൽ കുറേ നേരം നിൽക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് കൂടുമ്പോഴൊക്കെ, 5-10 മിനിറ്റ് കൂടുമ്പോഴൊക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അത് ലൈറ്റായിട്ട് നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട് മുകളിൽ, കണ്ടോ. നല്ല നല്ല കളറല്ല, നല്ല മഞ്ഞ കളറിൽ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് മുകളിൽ. നല്ല സ്മെല്ലുമാണത്. നമ്മൾ ഈ മൈസൂർ പാക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലില്ലേ, ഇത് കൊഴിപ്പിക്കുന്നൊരു മണം എന്നൊക്കെ പറയില്ല. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അറിയാം. അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയുക, ഉള്ളിൽ നിന്നൊക്കെ ഒരു സന്തോഷം ഇങ്ങോട്ട് വരും. അങ്ങനത്തെ നല്ല രീതിയിലുള്ളൊരു സ്മെല്ലാണിത്. അപ്പോൾ നന്നായിട്ട് നെയ്യ് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 3 മാസത്തെ പാടയെന്നുള്ള നെയ്യാണല്ലോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് അധിക സമയം ആവശ്യമായി വന്നു. അപ്പോൾ നിങ്ങൾ മാസം ചെയ്യുകയാണെങ്കിൽ അധിക സമയം ആവശ്യമായിട്ട് വരില്ല, പണിയും കുറവായിരിക്കും. അപ്പോൾ അത് നെയ്യ് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നോക്കുമ്പം ഈ മുകളിൽ നെയ്യ് ഉണ്ടാവും, അടിഭാഗത്ത് ഇതാ കട്ടയായിട്ട് ആ പാലിൻ്റെ അകത്തുള്ള അത് കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ അതൊരു വെള്ള കളറിലാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ആ കളറ് ബ്രൗൺ ആകുന്നവരെ നമ്മൾ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കണം. ബ്രൗൺ ആയ ശേഷം മാത്രമേ നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നെയ്യ് ചിലപ്പം കേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ നല്ല കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്. അതേസമയം നമ്മൾ ഫുൾ ടൈം അടുപ്പിനടുത്ത് നിൽക്കണമെന്നില്ല. നമുക്ക് നമ്മുടെ ബാക്കി ഓരോ ജോലികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് തീർക്കാനും പറ്റും. ഞാൻ പറഞ്ഞല്ലോ 1 ലിറ്റർ നെയ്യാണ് ഞാൻ ഉണ്ടാക്കിയെന്ന്. കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു 600 രൂപ മിനിമം നമ്മൾ ഇതിന് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അതാ നോക്കൂ, ഇതിൻ്റെ കളർ ഇതാ മാറി, ഇതിപ്പോൾ ഇതാ ബ്രൗൺ കളറായിട്ടുണ്ട്, കണ്ടോ. നെയ്യ് വേറെ, അതുപോലെ ആ ബ്രൗൺ കളറുള്ള ഭാഗമെല്ലാം അടിയിൽ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായി തണിഞ്ഞിട്ടുണ്ട്. നന്നായി തണുത്ത ശേഷം ഞാനിത് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിക്കുകയാണ്. നമുക്കാദ്യം ആ മുകൾ ഭാഗത്തുള്ള നെയ്യ് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല അരിപ്പയും അതുപോലെ തന്നെ
ഉപയോഗിക്കുന്ന പാത്രമൊക്കെ നല്ല വൃത്തിയുള്ളതാണ് ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ആ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ അരിപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി, അതാകുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. അടിയിൽ ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചാൽ നെയ്യ് പുറത്തൊന്നാവാതെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ബ്രൗൺ കളറിലുള്ള ആ ഒരു ഭാഗത്തിൻ്റെ അകത്തുനിന്ന് നെയ്യൊക്കെ, ബാക്കിയുള്ള നെയ്യൊക്കെ ഡ്രോപ്പായിട്ട് ഇവിടെയുള്ള പാത്രത്തിലേക്ക് വീഴുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടില്ലേ, നമുക്കിത് എത്ര നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മളെ കൊണ്ടാവുന്നത്ര നെയ്യെല്ലാം ഇതിൽ നിന്ന് നമുക്ക് അരിച്ചെടുക്കാം. മുമ്പൊക്കെ ഞാൻ ഈ പാൽപ്പാട എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, മോള് ചെറുതായപ്പോൾ മോൾക്ക് ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ പാൽപ്പാട അതിലേക്ക് ചേർത്തിട്ട് മിക്സിയിൽ നന്നായി അടിച്ചു കൊടുക്കാറായിരുന്നു പതിവ്. പിന്നെയാണ് നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. മോൾക്ക് നെയ്യ് ഒഴിച്ചുള്ള ദോശ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം പാൽപ്പാട അതുപോലെ എടുത്ത് വെച്ച് അതിൽ നെയ്യ് മാത്രമാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ, ഈ ബ്രൗൺ കളറിലുള്ള, ഇതിലും ഇഷ്ടംപോലെ നെയ്യ് ഇനിയും ഉണ്ടാവും. ചില ആൾക്കാർ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് വീണ്ടും അതിൽ നെയ്യ് ഉണ്ടാക്കി എടുക്കാറുണ്ട്. ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല. എനിക്കിതിപ്പം ഇത് തന്നെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണിത്. ഞാനിത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ അടിഭാഗത്തുള്ള ചണ്ടി ഒന്നാവാതെ മുകൾ ഭാഗത്തുനിന്ന് ഞാനൊരു നെയ്യ് ഈ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നെയ്യ് ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് എല്ലാവരും പല രീതിയിൽ നെയ്യ് ഉണ്ടാക്കാറുണ്ടല്ലോ. അങ്ങനെ വെച്ചിട്ട് എനിക്ക് ഈ ഒരു രീതിയാണ് എളുപ്പമായി തോന്നുന്നത്. വേറെ ഏതാ മെത്തേഡ് നിങ്ങൾക്ക് എളുപ്പമായി തോന്നുമ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. എനിക്കൊന്ന് ഇതാണ് നല്ലതെന്നാണ് തോന്നിയത്. അപ്പോൾ ഇതൊരു കിസാൻ്റെ ഒരു ജാമിൻ്റെ ബോട്ടിലായിരുന്നു, ഒരു 500 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ചില്ല 500 ഗ്രാമിൻ്റെ ബോട്ടിൽ, അത് ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. 2 ബോട്ടിൽ നന്നായി കഴുകി വെയിലത്ത് ഉണക്കി വെള്ളമെല്ലാം പോക്കിയെടുത്താണ്, അതിലേക്കാണ് ഞാനിത് ഒഴിച്ച് വെക്കുന്നത്. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഞാൻ 2 മാറ്റിയിട്ടുണ്ട്. അടിഭാഗത്ത് നമ്മൾ കുറച്ച് നെയ്യ് കണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ എടുക്കാൻ തൽക്കാലം ആവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കാം. പിന്നെ ബോട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇത് നിങ്ങൾ പുറത്ത് വെച്ചാലും കേടാവില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ശുദ്ധമായ നെയ്യ് നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കാം. താങ്ക് യു.